ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കമ്പനികളുടെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പം ഇലക്ട്രിസിറ്റി കമ്പനീസ് എന്താണെന്ന് നോക്കാം. അതിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ പബ്ലിക് യൂട്ടിലിറ്റി ഇൻഡസ്ട്രി ആസ് റെഗുലർ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് ലോ റേറ്റ്സ്. ലോ റേറ്റ്സിന് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് ലോ റേറ്റിന് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന പബ്ലിക് യൂട്ടിലിറ്റി ഇൻഡസ്ട്രിയാണ് എന്ത്, ഇലക്ട്രിസിറ്റി കമ്പനികൾ. അതിൻ്റെ ഇലക്ട്രിസിറ്റി കമ്പനി ആക്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആസ് അമെൻഡഡ് ഇൻ 2003 പുതിയ അമെൻമെൻറ്റിൽ ഇലക്ട്രിസിറ്റി കമ്പനി ആക്ട് 2003 ഇപ്പം നിലവിലുള്ളത് ഈസ് അപ്ലിക്കബിൾ ടു ഇലക്ട്രിസിറ്റി കമ്പനീസ്. ഇപ്പം നിലവിലുള്ള ഇലക്ട്രിസിറ്റി കമ്പനീസ് ആക്ട് 2003 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇലക്ട്രിസിറ്റി കമ്പനികളുടെ സർപ്ലസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ക്ലിയർ പ്രോഫിറ്റ്സ് ഓവർ ദി റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പം സർപ്ലസ് എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി കമ്പനികളുടെ സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്, എക്സസ് ഓഫ് ക്ലിയർ പ്രോഫിറ്റ് ഓവർ ദി റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ശരിക്കുള്ള ക്ലിയർ പ്രോഫിറ്റ്, അതായത് റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് നേടാൻ പറ്റുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്നും, അല്ലെങ്കിൽ അതിൽ ശരിക്കുമുള്ള ക്ലിയർ പ്രോഫിറ്റിൽ നിന്നും റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയാം, സർപ്ലസ് എന്ന് പറയാം. പിന്നെ ദി ആക്ട് റിക്വയർസ് ദാറ്റ് ഇലക്ട്രിസിറ്റി കമ്പനി ഷുഡ് അഡ്ജസ്റ്റ് ദർ റേറ്റ്സ്. The surplus in any year is not more than 20% of the reasonable rate of return. ഒരു കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനികൾ നേടുന്ന സർപ്ലസ് എന്താവാൻ പാടില്ല, റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ, കമ്പനിക്ക് റീസണബിൾ ആയിട്ട് നേടാൻ പറ്റുന്ന റിട്ടേണിലും 20% അധികമാവാൻ പാടില്ല എന്ത്, സർപ്ലസ്. അപ്പോൾ സർപ്ലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സർപ്ലസ് റീസണബിൾ റേറ്റിൻ്റെ 20% കൂടുതലാവാൻ പാടില്ല. അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ 20% എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കണം. അതായത് റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ 20% അധികമാവാൻ പാടില്ല എന്ത്, സർപ്ലസ്. അങ്ങനെയാണെങ്കിൽ അത് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഈ സർപ്ലസ് ഡിസ്പോസ് ചെയ്യുന്നതാണ്, അതെങ്ങനെയാണ് കമ്പനികളുടെ, ഇലക്ട്രിസിറ്റി കമ്പനികളുടെ സർപ്ലസ് ക്രമീകരിക്കുന്നത്. നിലവിൽ സർപ്ലസ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് കമ്പനി ഡിസ്പോസ് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്, ഇതാണ് നമ്മൾ കാൽക്കുലേഷനിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ തിയറി പാർട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് 1/3 ഓഫ് ദി സർപ്ലസ് നോട്ട് എക്സീഡിങ് 5% ഓഫ് ദി റീസണബിൾ റിട്ടേൺ. അപ്പോൾ റീസണബിൾ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും, അതിൻ്റെ 5% കൂടാൻ പാടില്ല എന്ത്, നമുക്ക് കിട്ടുന്ന സർപ്ലസിൻ്റെ 1/3, 1/3. അപ്പം 1/3 നമ്മൾ കാണണം. ആ സർപ്ലസ് എന്ത് ചെയ്യണം, അതിൽ എന്താവാൻ പാടില്ല, 5% കൂടാൻ പാടില്ല. അത് നമ്മൾ അണ്ടർടേക്കിങ്ങിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക, 1/3. പിന്നെ വേറെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ഓഫ് ദി ബാലൻസ് ഹാഫ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു താരിഫ് ആൻഡ് കൺട്രോൾ റിസർവ്. ഇപ്പം കിട്ടുന്ന നമ്മൾ ആ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സർപ്ലസിൻ്റെ എന്ത് വേണം, അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് 1/3 നമ്മൾ മാറ്റി വെച്ചു. അതിൻ്റെ 1/3 കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസിൻ്റെ ഹാഫ് എന്ത് ചെയ്യണം, വിൽ ബി ട്രാൻസ്ഫേർഡ് ടു താരിഫ് ആൻഡ് കൺട്രോൾ റിസർവ്. താരിഫ് ആൻഡ് കൺട്രോൾ റിസർവിലേക്ക് മാറ്റണം കിട്ടുന്ന ബാലൻസിൻ്റെ ഹാഫ്. പിന്നെ നെക്സ്റ്റ്, ദ ബാലൻസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് കൺസ്യൂമേഴ്സ്. പിന്നെയും വരുന്ന ബാലൻസ് എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ബൈ വേ ഓഫ് റിഡക്ഷൻ ഓഫ് റേറ്റ്സ് ഓർ ബൈ വേ ഓഫ് സ്പെഷ്യൽ റിബേറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്നും ഓരോ യൂണിറ്റിന് വാങ്ങുന്ന റേറ്റ്സിൽ കുറച്ചിട്ടോ എന്ത് ചെയ്യാം, റിഡക്ഷൻ ആക്കിയിട്ടോ ആ ബാലൻസ് കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം കിട്ടുന്ന സർപ്ലസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. സർപ്ലസ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 1/3 ആദ്യം മാറ്റിവെക്കുക മീൻസ് അത് ഈ കമ്പനിയുടെ ഷെയറിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ സർപ്ലസിൻ്റെ 1/3 കമ്പനിയിലേക്ക് തന്നെ പോവും. പിന്നെ ആ ബാലൻസിൻ്റെ ഹാഫ് എന്ത് ചെയ്യും,
താരിഫ് ആൻഡ് കൺട്രോൾ റിസർവിലേക്ക് മാറ്റും. പിന്നെ വീണ്ടും വരുന്ന ബാലൻസ് ആണ് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം ക്ലിയർ പ്രോഫിറ്റ് എത്രയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതിൽ നിന്നും റീസണബിൾ റിട്ടേൺ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഈ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ ക്ലിയർ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ക്ലിയർ പ്രോഫിറ്റ് തരും. പിന്നെ റീസണബിൾ റിട്ടേൺ എത്രയാണോ എങ്ങനെയാണോ അതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തുകയും വേണം. ഇങ്ങനെ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള കുറേ റൂൾസുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ ചെയ്യാം, അതിൽ കൂടുതൽ ചെയ്യാനുള്ളത് കൊണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഓഫ് എന്താണ് ഇതിൻ്റെ തിയറി പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ക്ലിയർ പ്രോഫിറ്റ്. ക്ലിയർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്ലിയർ പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പം എത്രയാണോ ഇൻകം എത്രയാണോ എക്സ്പെൻഡിച്ചർ, അല്ലെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറച്ച് കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് അപ്രോപ്രിയേഷൻസും ഉണ്ട്, അങ്ങനെ കിട്ടുന്നതാണ് എന്ത്, ക്ലിയർ പ്രോഫിറ്റ്. ഈ ക്ലിയർ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇപ്പം ചില സമയത്ത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ പ്രോഫിറ്റ് എത്രയാണോ എന്ന് ആദ്യം കാൽക്കുലേറ്റ് വെക്കുക, എന്നിട്ട് റീസണബിൾ റിട്ടേൺ എത്രയാണോ എന്നുള്ളത് അതും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ക്ലിയർ പ്രോഫിറ്റിൽ നിന്ന് റീസണബിൾ റിട്ടേൺ കുറച്ച് കിട്ടുന്നതാണ് എന്ത്, സർപ്ലസ്. ആ കിട്ടുന്ന സർപ്ലസ് ആണ് ഈ ഓരോ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്, ക്ലിയർ പ്രോഫിറ്റ് കാണാൻ വേണ്ടി ഇൻകം ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് ഏതൊക്കെ സോഴ്സിൽ കൂടി ഇൻകം കിട്ടുന്നുണ്ട് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതിൽ നിന്നും എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്നുള്ളത് അത് കുറയ്ക്കണം. ഈ എക്സ്പെൻഡിച്ചറിൽ എന്തും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്, സ്പെസിഫിക് കുറച്ച് അപ്രോപ്രിയേഷൻസ്. അത് ഏതൊക്കെയാണ്, ഇലക്ട്രിസിറ്റി കമ്പനികൾ ഇൻകം നേടുന്നത് ഏതിൽ നിന്നൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ഡിറൈവ്ഡ് ഫ്രം, ഏതൊക്കെ രീതിയിൽ കൂടി ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് ഇൻകം ഏൺ ചെയ്യാം. ഫസ്റ്റ് വൺ ഗ്രോസ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് എനർജി ലെസ് ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ദെർടു. നമുക്കറിയാം എനർജി സെയിൽ ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി കമ്പനികൾ ഇൻകം നേടുന്നത്. അപ്പം ഗ്രോസ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് എനർജി. പിന്നെ റെൻ്റൽ ഓഫ് മീറ്റേഴ്സ് ആൻഡ് അതർ അപ്പാരറ്റസ് ഹയർഡ് ടു. മീറ്റേഴ്സ് ഇതിപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നത്, അതേപോലെ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഹയർഡിന് കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി കമ്പനികൾ റെൻറ്റിനൊക്കെ കൊടുക്കുമ്പം എന്ത് കിട്ടും, ഇൻകം കിട്ടും, അത് ഇൻകമാണ്. പിന്നെ സെയിൽ ആൻഡ് റിപ്പയർ ഓഫ് ലാമ്പ് ആൻഡ് അപ്പാരറ്റസ്, ലാംപ്സും അതേപോലെ വേറെ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ സെയിൽ ചെയ്യുക, അതിൻ്റെ റിപ്പയറിങ്. പിന്നെ റെൻറ്റ് ലെസ് ഔട്ട് ഗോയിങ് നോട്ട് അതർവൈസ് പ്രൊവൈഡഡ് ഫോർ, എന്തെങ്കിലും റെൻറ്റ്സ് കിട്ടുന്നത്. പിന്നെ ട്രാൻസ്ഫർ ഫീസ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ആൻഡ് കോൾ ഡെപ്പോസിറ്റ്. ബാങ്കിലൊക്കെ ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റും ഇൻകമാണല്ലോ. പിന്നെ അതർ ജനറൽ റെസിപ്റ്റ് ഫോർ അസസ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഇൻകം ടാക്സ് അറൈസിങ് ഫ്രം ദ ആൻഷിലറി ഓർ ഇൻസിഡൻ്റൽ ടു ദ ബിസിനസ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ. ഇലക്ട്രിസിറ്റി സപ്ലൈ വഴിയായിട്ട് വേറെ ഏതെങ്കിലും ജനറൽ റെസിപ്റ്റ്സ് ഒക്കെ കിട്ടുന്നെങ്കിൽ ഇതെല്ലാം എന്താണ്, ഇലക്ട്രിസിറ്റി കമ്പനികൾ ഇൻകം നേടുന്നതാണ്. ഈ ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ എന്തൊക്കെ വരും, ജനറേഷൻ ആൻഡ് പർച്ചേസ് ഓഫ് എനർജി. ഈ എനർജി ജനറേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും, അങ്ങനെ വാങ്ങാനുള്ള എക്സ്പെൻഡിച്ചർ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് എനർജി, എനർജിയുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് പല എക്സ്പെൻഡിച്ചറും ഉണ്ടാകും, അതും. പിന്നെ റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ് ഇതൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അഡ്വാൻസ് ടു ദി ബോർഡ്, ബോർഡിൽ നിന്നൊക്കെ ലോൺ അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ഓർഗനൈസേഷൻ, വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനോ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദി ലൈസൻസ്, അപ്പം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്, പിന്നെ എന്തെങ്കിലും ലീഗൽ ചാർജസ്, ബാഡ് ഡെപ്റ്റ്സ്, ഓഡിറ്റേഴ്സ് ഫീസ്, ഇതൊക്കെ എന്തിലാണ് വരുന്നത്, ഇലക്ട്രിസിറ്റി കമ്പനികളുടെ എക്സ്പെൻഡിച്ചറിലാണ്. പിന്നെ വരുന്നുണ്ട് മാനേജ്മെൻറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കണം, പിന്നെ ഡിപ്രീസിയേഷൻ വരും, പിന്നെ വേറെ ഏതെങ്കിലും അതർ എക്സ്പെൻസസ്, കോൺട്രിബ്യൂഷൻ ടു PF സ്റ്റാഫ് പെൻഷൻസ്. അപ്പം ഇലക്ട്രിസിറ്റി കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതൊക്കെ എന്താണ്, ഇലക്ട്രിസിറ്റി കമ്പനികളുടെ എക്സ്പെൻസാണ്. ബോണസ് പെയ്ഡ് ടു എംപ്ലോയീസ് ഓഫ് ദി അണ്ടർടേക്കിംഗ്.
അപ്പോൾ ഓരോന്നും വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻകം ആണോ എക്സ്പെൻഡിച്ചറാണ്. പിന്നെ അതിൽ ഉൾപ്പെടുന്ന കുറച്ച് അപ്രോപ്രിയേഷൻസ് ആണ്. പ്രീവിയസ് ലോസസ് ടു ദി എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് പെർമിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രീവിയസ് ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും. പിന്നെ ഓൾ ടാക്സസ് ഓൺ ഇൻകം ആൻഡ് പ്രോഫിറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റിട്ടേൺ ഓഫ്, ഇതൊക്കെ ലെസ് ചെയ്യേണ്ടതാണ്. പിന്നെ ട്രാൻസ്ഫർ ടു കണ്ടിജൻസി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ കോൺട്രിബ്യൂഷൻ്റെ അരിയേഴ്സ്, ഡിപ്രീസിയേഷൻ്റെ അരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഡെവലപ്മെൻറ്റ് റിസർവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമിറ്റഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് കുറേ റിസർവിലേക്ക്, അരിയേഴ്സിലേക്ക്, ഇൻടാഞ്ചിബിൾ അസറ്റ് റിട്ടേൺ ചെയ്തത്, ടാക്സ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ക്ലിയർ പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലാക്കുക, ക്ലിയർ പ്രോഫിറ്റ് കിട്ടാൻ ഇൻകം ഏതൊക്കെയാണോ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണോ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ടാണ് സർപ്ലസ് ശരിക്കുള്ള ക്ലിയർ പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ ഈ ക്ലിയർ പ്രോഫിറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം? റീസണബിൾ റിട്ടേൺ കുറയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാണ് റീസണബിൾ റിട്ടേൺ എന്നുള്ളതും ശരിക്കും മനസ്സിലായെങ്കിലേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ റീസണബിൾ റിട്ടേൺ ഏതൊക്കെയാണ്? എ yield at the standard rate which is റിസർവ് ബാങ്ക് റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ്. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട സംഭവമാണ് 2% എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവും? റിസർവ് ബാങ്കിൻ്റെ ഒരു റേറ്റ് തന്നിട്ടുണ്ടാവും. ഇപ്പം 8% ആണ് റേറ്റ് തന്നതെങ്കിൽ നമ്മൾ റീസണബിൾ റിട്ടേൺ കാണേണ്ടത് 8+2, അതായത് 10% വെച്ചിട്ടായിരിക്കും. അപ്പം എത്രയാണോ ബാങ്ക് റേറ്റ് തന്നത് അതിനോട് കൂടിയിട്ട് എന്ത് വേണം? 2% കൂടി കൂട്ടിയിട്ട് ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അത് റീസണബിൾ റിട്ടേണിലേക്ക് വരണം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കേണ്ടത് ഏതാണ്? ഓൺ ക്യാപിറ്റൽ ബേസ് ആണ്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ബേസ് എത്രയാണെന്ന് കാണണം. അപ്പോൾ ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിൽ ബാങ്ക് റേറ്റ് എത്രയാണോ തന്നത് അതിനോട് കൂടിയിട്ട് 2% കൂടി കൂട്ടിയിട്ട്, നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ റേറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ബാങ്ക് റേറ്റ് 80% ആണ് തന്നതെങ്കിൽ എന്താ കാണേണ്ടത്? ക്യാപിറ്റൽ ബേസിൻ്റെ എമൗണ്ട് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ 10% കാണണം. 10% മീൻസ് 8+2. പിന്നെ നെക്സ്റ്റ്, ആൻ എമൗണ്ട് ഈക്വൽ ടു ഹാഫ് ഓൺ ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ഇലക്ട്രിസിറ്റി ബോർഡ്. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് ലോൺസിൻ്റെ 0.5% റീസണബിൾ പ്രോഫിറ്റിലേക്ക് വരുന്നതാണ്. അപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലോണിൻ്റെ 0.5% ഇതിലേക്ക് വരും. പിന്നെ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻകംസ് റീസണബിൾ റിട്ടേണിലേക്കാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് എഗെയിൻസ്റ്റ് കണ്ടിജൻസി റിസർവ്, കണ്ടിജൻസി റിസർവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരില്ല. അല്ലാതെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് റീസണബിൾ റിട്ടേണിലേക്ക് വരും. പിന്നെ ആൻ എമൗണ്ട് ഈക്വൽ ടു ഹാഫ് ഓൺ ദി ബാലൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർവ്. ഡെവലപ്മെൻറ്റ് റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 0.5% ഏതിലേക്ക് വരേണ്ടതാണ്? റീസണബിൾ റിട്ടേണിലേക്ക് വരണം. പിന്നെ എമൗണ്ട് റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 0.5%. അപ്പം ഇതെല്ലാം 0.5% അതിനുള്ളത് ഓർക്കുക. ഡിബഞ്ചറിൻ്റെ മുകളിലുള്ള 0.5%, ഡെവലപ്മെൻറ്റ് റിസർവിൻ്റെ മുകളിലുള്ള 0.5%, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള അതിൻ്റെ മുകളിലുള്ള ലോണിൻ്റെ മുകളിലുള്ള 0.5%. പിന്നെ ആൻ എമൗണ്ട് ഈക്വൽ ടു 0.5% ഓൺ എമൗണ്ട് ബോറോഡ് ഫ്രം ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിന്ന്. പോയിൻ്റ് ഓർത്ത് വെക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ 0.5%ഉം റീസണബിൾ റിട്ടേണിലേക്ക് വരുന്നതാണ്. പിന്നെ സച്ച് അതർ എമൗണ്ട്സ് മേ ബി അലൗഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അലൗ ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും എല്ലാം പ്രിവെയിലിംഗ് ടാക്സ് സ്ട്രക്ചർ ഇൻ ദി കമ്പനി, അതും റീസണബിൾ റിട്ടേണിലേക്ക്. അപ്പോൾ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഓർത്ത് വെക്കേണ്ടത് ബാങ്ക് റേറ്റ് എത്രയാണോ തന്നത് അതിനോട് കൂടിയിട്ട് 2% കൂടി കൂട്ടിയിട്ട് ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിൽ കാണണം. പിന്നെ ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ എല്ലാം 0.5% എടുത്തിട്ട് റീസണബിൾ റിട്ടേണിലേക്ക് വരണം. അപ്പം സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 സംഭവമാണ് വേണ്ടത്, ക്ലിയർ പ്രോഫിറ്റും റീസണബിൾ റിട്ടേണും. ക്ലിയർ പ്രോഫിറ്റ് നമുക്കറിയാം, ഇൻകം ഏതൊക്കെയാണോ ഇൻകം എടുക്കുക, അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ ക്ലിയർ പ്രോഫിറ്റ് കിട്ടും. പിന്നെ അത് എന്ത് ചെയ്യണം? ക്ലിയർ പ്രോഫിറ്റിൽ നിന്നും റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കുറച്ചിട്ടുണ്ടെങ്കിൽ
സർപ്ലസ് കിട്ടും. ഇനി നമുക്കറിയാം ഇവിടെ ഒരു ക്യാപിറ്റൽ ബേസ് എന്ന് വന്നു. ഇപ്പോൾ ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിലാണ് ബാങ്ക് റേറ്റ് കാണേണ്ടത് റീസണബിൾ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപിറ്റൽ ബേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ബേസ് മീൻസ് the original cost of fixed asset available for use less contribution made by the consumer for construction service also amount written off. അപ്പം എന്തൊക്കെയാണ് ഒറിജിനൽ കോസ്റ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ അത് എടുക്കുന്നുണ്ട്. പിന്നെ അത് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ക്യാപിറ്റൽ ബേസിൽ വരും. പിന്നെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്യാപിറ്റൽ കോസ്റ്റിൽ വരും. പിന്നെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗെയിൻസ്റ്റ് കണ്ടിജൻസി റിസർവ്സ്, കമ്പൽസറി ആയിട്ട് കണ്ടിജൻസി റിസർവിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടുകൾ. പിന്നെ മന്ത്ലി ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് സ്റ്റോഴ്സ്, മെറ്റീരിയൽസ്, സപ്ലൈസ്, ഇതെല്ലാം ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിൽ വരുന്ന. ഇപ്പോൾ ക്യാപിറ്റൽ ഈ അസറ്റ്സുകൾ, ഈ സംഭവങ്ങളെല്ലാം അതിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം നമുക്കറിയാം. എമൗണ്ട്സ് റിട്ടേൺ ഓഫ്, എന്തെങ്കിലും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്, അസറ്റിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുക. ഫിക്സഡ് അസറ്റ്സ് ആൻഡ് എമൗണ്ട് റിട്ടേൺ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സുകൾ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും അസറ്റ്സുകളുടെയൊക്കെ ഡിപ്രീസിയേഷനും ഇതൊക്കെ ക്യാപിറ്റൽ ബേസിൽ നിന്ന് കുറയ്ക്കണം. പിന്നെ ലോൺസ് അഡ്വാൻസ്ഡ് ബൈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഡിബഞ്ചേഴ്സ്, പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്, എമൗണ്ട് ക്രെഡിറ്റ് താരിഫ് ആൻഡ് ഡിവിഡൻഡ് ഫണ്ട്സ്, എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഡെവലപ്മെൻറ്റ് റിസർവ്, പിന്നെ ക്യാരിഡ് ഫോർവേഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ ലൈസൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്യൂമേഴ്സ്, പിന്നെ ദ എമൗണ്ട്സ് ഓഫ് എനി ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ക്യാപിറ്റൽ ബേസ് കാണുമ്പം ഈ അസറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷനും ഡിബഞ്ചേഴ്സും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സും അതേപോലെ താരിഫ് ഡിവിഡൻഡ് റിസർവിലേക്ക് മാറ്റിയ എമൗണ്ടുകളെല്ലാം അല്ലേ, ഡെവലപ്മെൻറ്റ് റിസർവിലേക്കും താരിഫ് ആൻഡ് ഡിവിഡൻഡ് റിസർവിലേക്കും ഒക്കെ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ എടുക്കുന്ന കുറേ ഐറ്റംസുകളാണ് ഇതൊക്കെ. പിന്നെ ഡിബഞ്ചേഴ്സും എല്ലാം. പിന്നെ നമുക്കറിയാം അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നതാണല്ലോ ഡിപ്രീസിയേഷൻ. ബാലൻസ് ഷീറ്റ് അത് ഓർത്താൽ മതി. ആ ഒരു ബേസിൽ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ബേസ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നും ക്യാപിറ്റൽ ബേസ് കാണുക ആദ്യം. എന്നിട്ട് ക്യാപിറ്റൽ ബേസ് എന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നത്, നമുക്കറിയാം റീസണബിൾ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ ബേസിൻ്റെ മുകളിലാണ് റിസർവ് ബാങ്കിൽ തന്ന റേറ്റും അതിൻ്റെ പ്ലസും കൂട്ടിയിട്ട് റീസണബിൾ റിട്ടേൺ കാണുന്നത്. റീസണബിൾ റിട്ടേൺ കാണും, ക്ലിയർ പ്രോഫിറ്റ് ഇൻകം എക്സ്പെൻഡിച്ചറും വെച്ചിട്ട് കാണും. എന്നിട്ട് നമ്മൾ സർപ്ലസ് കിട്ടും. ഈ സർപ്ലസ് കിട്ടിയത് എന്ത് ചെയ്യും, 1/3 ഇത് ഇലക്ട്രിസിറ്റി കമ്പനിയിലേക്കും, പിന്നെ വരുന്ന ബാലൻസിൻ്റെ ഹാഫ് കൺസ്യൂമേഴ്സിനും, പിന്നെ അതേപോലെ താരിഫ് ആൻഡ് ഡിവിഡൻറ്റ്, താരിഫ് ആൻഡ് കൺട്രോൾ റിസർവിലേക്ക് 0.5% വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള കുറച്ച് തിയറി പാർട്ടുകൾ. അപ്പം ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രോബ്ലം സോൾവിങ്ങും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.